ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്നും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള പോള റെസിപ്പി ആയിട്ടാണ് വന്നിട്ട്. ഇതിനു മുൻപ് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പോള റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് തരണേ. അപ്പോൾ നമുക്ക് ഈ വെറൈറ്റി ആയിട്ടുള്ള പോള എങ്ങനെ തയ്യാറാക്കി നോക്കിയാലോ. ആദ്യം തന്നെ 1/4 കപ്പ് കാഷ്നട്ട് ഒന്ന് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പം ഞാൻ മുഴുവൻ ഇതുപോലെ തന്നെ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കട്ടെ. ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ചെറിയ പീസ് ബട്ടർ വേറൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കാഷ്യൂ റൈസിൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ അതൊന്ന് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് തന്നെ റൈസിൻസ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ യെല്ലോ റൈസിൻസ് ആണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് വേണമെങ്കിൽ എടുക്കുക, കുറച്ചുകൂടെ നല്ലത് ബ്ലാക്ക് റൈസിൻസ് ആട്ടോ. ഇനിയിപ്പോൾ ഇത് നല്ല ബബിൾസായി വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് ഇങ്ങോട്ട് കോരി മാറ്റാം. റൈസിൻസ് വറുത്തെടുത്ത അതേ ബട്ടറിൽ തന്നെയാണ് ഈ കാഷ്നട്ട് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ റൈസിൻസും കാഷ്യും വറുത്തെടുത്തിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. വീണ്ടും ഒരു 1/4 കപ്പ് കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനല്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അതല്ല ഈ ഭാഗം അങ്ങ് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. കാഷ്നട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല പൗഡർ പരുവത്തിൽ തന്നെ പൊടിച്ചെടുക്കാനും ശ്രദ്ധിക്കണേ. അടുത്തതൊരു 1/4 കപ്പോളം ഓട്സ് എടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് ഈ കാഷ്നട്ട് പൊടിച്ചതിൻ്റെ കൂട്ടത്തിലിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ. ഓട്സ് പൊടിച്ചെടുക്കുമ്പോൾ ഇതുപോലത്തെ നല്ല പൗഡർ പരുവത്തിൽ പൊടിച്ചെടുക്കണം, കണ്ടോ, ഇതേപോലെ കേട്ടോ. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി വേണ്ടത് 4 റോബസ്റ്റ പഴം കേട്ടോ. നേന്ത്രപ്പഴമല്ലേ, റോബസ്റ്റ പഴം തന്നെ നോക്കിയെടുക്കുക. അതുപോലെ നല്ല പഴുത്ത പഴവും നോക്കിയെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ 4 ഒരേ പഴുപ്പുള്ള എടുക്കുന്നില്ല. 2 നല്ല പഴുത്തതും അതുപോലെ 2 മീഡിയം പഴുപ്പുള്ളതാണ് എടുക്കുന്നത്. വല്ലാണ്ട് പഴുത്തു പോയാൽ നമ്മൾ പഴമൊക്കെ മാറ്റി വെക്കുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള പഴം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും നല്ലത് കേട്ടോ. ഞാനിപ്പോൾ കണ്ടോ 2 നല്ല പഴുത്തതും 2 മീഡിയം പഴുപ്പുള്ളതാണ് ഞാൻ എടുക്കുന്നത്. അതെൻ്റെ കയ്യിൽ 2 പഴുത്തത് ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അങ്ങനെയാണെന്ന് പറയായിരുന്നേ. അപ്പോൾ നമ്മൾ കളയാതെ അത് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുത്താൽ കഴിക്കുക. അല്ലാണ്ട് പഴുത്തു പോയ പഴം കഴിക്കാൻ ചിലർക്കൊന്നും ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കാമെന്ന് പറയായിരുന്നേ. ഞാനിപ്പോൾ ഇതൊരു ഹാൻഡ് വിസ്ക് വെച്ച് ഇതുപോലെ ഇങ്ങനെ ഉടച്ചെടുക്കുന്നതേ ഉള്ളൂ. ഒരു സ്പൂൺ മതി കേട്ടോ ഒന്ന് ഉടച്ചെടുക്കാൻ. പഴുത്ത പഴയല്ലേ, പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടും. ഇത്രയും ഉടച്ചെടുത്താൽ മതി കേട്ടോ, വല്ലാണ്ട് പേസ്റ്റ് പരുവത്തിലാക്കേണ്ട. ഇനി 2 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചതാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ ശർക്കര പൊടി നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ സാധാരണ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ മധുരം പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്തോളൂ കേട്ടോ. ചില പഴം നല്ല മധുരം ഉണ്ടാവുമല്ലോ, അപ്പോൾ പഞ്ചസാരയുടെ അളവ് 1 ടീസ്പൂണോ 1 ടേബിൾ സ്പൂണോ ഒക്കെ ആക്കി കുറച്ചോളൂ. അതല്ല മധുരം പോരാന്നുണ്ടെങ്കിൽ കൂട്ടിയും കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. വല്ലാണ്ടെങ്കിൽ നമ്മൾ മുട്ട എന്താ പറയുക, കേക്കിനൊക്കെ പതപ്പിച്ചെടുക്കുന്ന പോലെ അങ്ങ് പതപ്പിച്ചെടുക്കണം എന്നില്ല. ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. കാരണം ആ പഴം വല്ലാണ്ടങ്ങ് ഉടഞ്ഞു പോകരുത്, അതുകൊണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പൊടിച്ചു വെച്ച ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളൊക്കെ അതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പതുക്കെ ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ എളുപ്പത്തിന് വേണ്ടി മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്താൽ പോരെയെന്ന് ചിന്തിക്കുന്നവരോട് ആദ്യമേ പറയാം, അങ്ങനെ ചെയ്യരുത് കേട്ടോ. അന്നേരം നമുക്കിങ്ങനെ പോള കഴിക്കുന്ന സമയത്ത് ഈ പഴത്തിൻ്റെ ആ ചെറിയ ചെറിയ പീസസ് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. അതുകൊണ്ട് പറയാം, അങ്ങനെ ചെയ്യരുത്. ഒരു വിസ്കോ സ്പൂണോ അത്രയേ വേണ്ടൂ, ഒന്ന് ഉടച്ചെടുക്കുക പഴം. നല്ല പഴുത്ത പഴം തന്നെ മാക്സിമം എടുക്കാനും നോക്കാം കേട്ടോ. ഇനി ഓട്സിന് പകരമായിട്ട് നിങ്ങൾക്ക് ആട്ടയോ മൈദയോ എന്ത് വേണേലും ചേർത്ത് കൊടുക്കാം കേട്ടോ. കയ്യിൽ എന്താണുള്ളത് അത് ചേർത്ത് കൊടുക്കാം. പഴുത്ത പഴം ആയിരിക്കണം എന്നേ ഉള്ളൂ. കുറച്ച് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം 1/2 കപ്പോളം കൊക്കോ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 കപ്പ് മുഴുവനും ഇല്ല, കുറച്ച് കുറവുണ്ട് കേട്ടോ 1/2 കപ്പിന്. ഇനി കൊക്കോ പൗഡറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബൂസ്റ്റ് പൗഡറും ചേർത്ത് കൊടുക്കാം. നമ്മുടെ നാട്ടിൽ 5 രൂപയുടെ ആ ഒരു പാക്ക് കിട്ടുമല്ലോ, ആ ഒരു പാക്കിൻ്റെ അളവ് മതിയാവും കേട്ടോ. കൊക്കോ പൗഡർ മിക്സ് ചെയ്തതിന് ശേഷം 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അഥവാ അപ്പക്കാരെന്ന് പറയുന്നില്ലേ, അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. പിന്നെ ആ സൈഡ് വശത്തു നിന്നൊക്കെ വടിച്ച് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. അതിനോട് നേരത്തെ പറയാനും വിട്ടുപോയി കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കാഷ്യൂ റൈസിൻസ് ഒക്കെ വറുത്ത് കോരിയ ബട്ടർ ഇല്ലേ, അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ആ മുട്ടയുടെ ആ ഒരു സ്മെല്ലിങ്ങനെ മുന്നിട്ട് നിൽക്കുമല്ലോ, പിന്നെ ഒരു ഫ്ലേവറിനും ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് വാനില എസൻസ് ആണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അത് 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ ആണ്. നിങ്ങൾ ഫ്ലേവറിനനുസരിച്ചിട്ട് കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കാഷ്യൂ റൈസിൻസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് മുഴുവൻ ഇട്ട് കൊടുക്കുന്നില്ല, കുറച്ച് മാത്രമേ ഇപ്പം ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്തും കുറച്ച് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് തന്നെ മുഴുവൻ ഇട്ട് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെ തമിഴ്നയിൽ കാണാൻ ഭംഗിയിൽ ഇന്നോട്ട് വിചാരിച്ചിട്ട് മുകളിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കേട്ടോ. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ പോള സെറ്റ് ചെയ്യുന്നത് അതിലോട്ട് ഗീയോ ബട്ടറോ എന്താണോ ഉള്ളത് അത് എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ബാറ്റർ ഇതിലേക്ക് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം.
കംപ്ലീറ്റ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതേ സ്പൂണോ സ്പാച്ചിലോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരയിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഒന്ന് തട്ടിക്കൊടുക്കുക. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ ഒന്ന് ഔട്ടാൻ വേണ്ടിയിട്ട് കൂടി കേട്ടോ. ബാറ്ററി ബോളപാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച കാഷ്നട്ട് ഉണ്ടല്ലോ, റൈസിൻസും, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ കുറച്ച് റൈസിൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ അതിൻ്റെ മുകളിലേക്ക് കാഷ്യും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ പറഞ്ഞതല്ലോ ഇടണം നിർബന്ധമില്ല, മിക്സാക്കി ഇട്ട് കൊടുത്താലും മതി കേട്ടോ, അപ്പോഴും പ്രത്യേക ടേസ്റ്റാണ്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാനിവിടെ ഇതുപോലൊരു ഫ്ലെയിം കൺട്രോൾ വെച്ചിട്ടുണ്ടായിരുന്നേ. പുതിയ സബ്സ്ക്രൈബ്സിന് വേണ്ടി പറയാം, പഴയവർ സ്കിപ്പ് ചെയ്തോളൂ. അപ്പം ഇതുപോലൊരു ഫ്ലെയിം കൺട്രോളറോ അതെല്ലാം ഉപയോഗിക്കാത്ത പഴയ തവയോ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഈ പാത്രം വെച്ച് കൊടുക്കാം. ഇനി വീണ്ടും പറയാതെ പിന്നെ പഴയവർ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ഗ്ലാസ്സിലിട്ടാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു ഹോൾസ് ഉണ്ടാവുമല്ലോ, അത് എന്തെങ്കിലും ഒന്ന് വെച്ച് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ച് ടൈം ഡിഫറൻറ്റ് ഉണ്ടാവും. എൻ്റെ ഏകദേശം 30 മിനിറ്റ് തന്നെ ആയിട്ടിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേറൊരു വഴിയും കൂടെ ഉണ്ട് കേട്ടോ. ഇതുപോലൊരു കേക്ക് ടിന്നോ അതല്ലെങ്കിൽ സാധാരണ നമ്മൾ ഏതെങ്കിലും സ്റ്റീൽ പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ, ലഞ്ച് ബോക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിലോട്ട് ഗീയോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാറ്ററി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോഴേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുമ്പോഴേക്ക് പിന്നെ ഏതെങ്കിലും ഒരു ഉപയോഗിക്കാത്ത പാത്രം പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണേ. എന്ന് വെച്ചാൽ നന്നായിട്ട് ചൂടായ ചെമ്പിലോട്ട് നമ്മൾ എന്തെങ്കിലും ഒരു തട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ഈ ഒഴിച്ചു കൊടുത്ത പാത്രം അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുത്താണ്ടല്ലോ, അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് പറയായിരുന്നു. അത് 2 വഴിയുണ്ടെന്ന് പറഞ്ഞു തരാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് എപ്പോഴും തോന്നാറ് കോളാപാത്രത്തിൽ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ കേട്ടോ. അങ്ങനെ വഴിയുണ്ടെന്ന് പറയായിരുന്നു. അപ്പോഴേക്ക് എൻ്റെത് ഞാൻ പറഞ്ഞല്ലോ ഒരു 30-35 മിനിറ്റ് ആകുമ്പോഴേക്ക് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് വശമൊക്കെ വിട്ട് വരുന്നുണ്ട്. ഇനി ഉൾവശം കുക്കായെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു കൊള്ളി വെച്ചൊന്ന് കുത്തി നോക്കിയാൽ അതിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ അത് കുക്കായി നടത്താം കേട്ടോ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് ഫ്ലിപ്പ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതിനില്ലേ സാധാരണ പോള പോലെ ഞാൻ വേറൊരു പാനിലേക്കൊന്നും ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുന്നില്ല. ഇത് ഇത്രയും തന്നെ ആകുമ്പോഴേക്കന്നെ അത് കുക്കായിട്ടുണ്ടാവും. കാരണം പഴമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വേറൊരു പ്ലേറ്റിലും കൂടെ അതിൻ്റെ മുകൾ ഭാഗം കാണാൻ വേണ്ടി ഞാൻ ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ആയി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ കൊള്ളി കൊണ്ട് കുത്തി നോക്കിയപ്പോൾ തന്നെ അതിൽ ഒട്ടും പിടിച്ചിട്ടില്ല. അപ്പോൾ അത് കുക്കായിട്ടുണ്ട്. സൈഡ് വശമൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തുകൂടെ കാണിച്ചു തരാം. ഇതാ നോക്കിയാൽ നല്ല ഭംഗിയില്ലേ കാണാൻ. ഭംഗി മാത്രമല്ല കേട്ടോ, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വെറുതെ കളയുമല്ലോ നമ്മൾ. പഴുത്ത പഴം ചില കുട്ടികളൊന്നും കഴിക്കത്തില്ല. കുട്ടികൾ മാത്രമല്ല, നമുക്കും തന്നെ ചിലപ്പോൾ പഴുത്ത് പോയാൽ കഴിക്കാൻ ഒരു മടിയുണ്ടാവുമല്ലോ. അങ്ങനെയുള്ളവർക്ക് ഉണ്ടാക്കിയെടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയാൽ പഴാന്ന് തന്നെ തോന്നൂല, അത്രയും ടേസ്റ്റാണ്. റോബസ്റ്റ പഴം തന്നെ എടുക്കാനും നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൊടുത്തരാം. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.